ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വാർത്ത ആദ്യം റിപ്പോർട്ടർ പ്രേക്ഷകരെ അറിയിക്കുന്നു. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന് അനുകൂലമായ കത്ത് നൽകിയ തദ്ദേശ അണ്ടർ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. ഡോക്ടർ ചിത്ര അരുണിമയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ചിത്രയ്ക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന് അനുകൂലമായി കത്ത് നൽകിയ തദ്ദേശ അണ്ടർ സെക്രട്ടറിക്ക് ഇപ്പോൾ സസ്പെൻഷൻ. ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ VS രഞ്ജിത്ത്, ഈ വാർത്ത ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്തത് നടപടി വരുന്നു എന്ന് പറഞ്ഞതും നമ്മൾ തന്നെയാണ്. നമ്മളോട് മന്ത്രി പറഞ്ഞതും കടുപ്പിച്ച് തന്നെയാണ്. ഒടുവിൽ ഇതാ നടപടിയായിരിക്കുന്നു അല്ലേ? VS രഞ്ജിത്ത് കേൾക്കാമെങ്കിൽ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഡോക്ടർ ചിത്രയ്ക്ക് ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ള വിവരം വരുന്നു. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ ആർ സുഗതന് അനുകൂലമായ കത്ത്, അതായത് ആഭ്യന്തര വകുപ്പ് ഒരു നിർദ്ദേശം നൽകുമ്പോൾ, തദ്ദേശ വകുപ്പിന്റെ മന്ത്രി ഒരു നിർദ്ദേശം നൽകുമ്പോൾ അതിന് വിരുദ്ധമായി അണ്ടർ സെക്രട്ടറിയായ ഡോക്ടർ ചിത്ര തയ്യാറാക്കിയ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സുഗതന് ഇപ്പോൾ അയോഗ്യത കൽപ്പിക്കപ്പെടാതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറായി തുടരുന്നത്. ആ കത്ത് അന്ന് വായിച്ചിരുന്നു മേയർ VV രാജേഷ്. നമുക്കിപ്പം സായികുമാറുണ്ട്. സായികുമാറും VS രഞ്ജിത്തും തത്സമയം ചേരുന്നു. ആദ്യം സായികുമാറിലേക്ക്. സായികുമാർ, നടപടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു, മന്ത്രി തന്നെ പ്രതികരിച്ചിരുന്നതുമാണ്. അതിവേഗം നടപടിയല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആ മന്ത്രി തന്നെ കൃത്യമായി നമ്മളോട് പറഞ്ഞതാണ്. ഇത് മന്ത്രി എന്ന നിലയിൽ തനിക്ക് ലജ്ജയുണ്ടാക്കിയ ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കൃത്യമായി ഇങ്ങനെയൊരു കുറ്റവാളിയായ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്ക് അനുകൂലമായി ഒരു റിപ്പോർട്ട് പോകരുത് എന്ന് താനും തൻ്റെ സെക്രട്ടറിയും നിലപാടെടുത്തിട്ടും അതിന് വിരുദ്ധമായി അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ഉദ്യോഗസ്ഥ നിലപാടെടുത്തത് അത് ഒരു കാരണവശാലും പൊറുക്കാവുന്നതല്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും എന്ന് മന്ത്രി തന്നെ പറഞ്ഞതാണ്. ആ നടപടി കൂടി പോയി വരാം. VS രഞ്ജിത്ത്, ഇങ്ങനെയൊരു റിപ്പോർട്ട് ചിത്ര കൊടുത്തില്ലായിരുന്നെങ്കിൽ കോർപ്പറേഷനിലെ മേയർ അത് വായിക്കുക പോലുമില്ലായിരുന്നു. അത് കോർപ്പറേഷൻ മേയർ വായിച്ചതോടുകൂടി വെട്ടിലായത് സംസ്ഥാന സർക്കാരാണ്. മന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും തദ്ദേശ വകുപ്പിനും എല്ലാം കളങ്കം ചാർത്തുന്ന തരത്തിൽ കത്ത് തയ്യാറാക്കിയതിനാണോ ഇപ്പോൾ സസ്പെൻഷൻ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും ഈ ചിത്ര P അരുണിമയുടെ റിപ്പോർട്ടാണ് സുഗതന് കോർപ്പറേഷൻ കൗൺസിലിൽ ഗുണകരമായി മാറിയത്. മാത്രവുമല്ല, ആഭ്യന്തര വകുപ്പിന് ചിത്ര P അരുണിമ നൽകിയ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ അവധി അപേക്ഷ പരിഗണിക്കാം എന്ന നിലപാട് മേയർക്കും സ്വീകരിക്കാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വകുപ്പ് സെക്രട്ടറിയും വകുപ്പ് മന്ത്രിയും സുഗതന് അവധി അപേക്ഷ അനുവദിക്കേണ്ടതില്ല, അവധി അപേക്ഷ നിരസിക്കാം എന്ന് കുറിപ്പെഴുതുകയും അത് അപ്രകാരം നിർദ്ദേശം നൽകുകയും ചെയ്തു. അത് മറികടന്നുകൊണ്ടാണ് വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ചിത്ര P അരുണിമ ഒരു അനുകൂല റിപ്പോർട്ട് ആർ സുഗതന് അനുകൂലമായി കൊടുത്തത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടായി മേയർ VV രാജേഷ് തിരുവനന്തപുരം കൗൺസിൽ വായിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് UDF സർക്കാർ നൽകിയ റിപ്പോർട്ടിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവധി അനുവദിക്കുന്നത് എന്ന് കോർപ്പറേഷൻ കൗൺസിലിലെ UDF അംഗങ്ങളെ മുഴുവൻ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മേയർ വായിക്കുകയും ചെയ്തു. അത് വകുപ്പ് മന്ത്രിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി. വകുപ്പ് മന്ത്രി അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വലിയ ലജ്ജയുണ്ടാക്കി. താൻ ആ വകുപ്പിന്റെ മന്ത്രിയാണ് എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ടാക്കിയ സംഭവമാണ് എന്ന് മന്ത്രി തന്നെ പ്രതികരിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രത്യേക യോഗം ചേർന്നു. ആ നിർദ്ദേശം, ആ റിപ്പോർട്ട് റദ്ദാക്കാനും തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ട് റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അതോടൊപ്പം വകുപ്പ് തല നടപടി ഈ ചിത്ര P അരുണിമയ്ക്കെതിരെ ഉണ്ടാകും എന്ന് മന്ത്രി ഉറപ്പ് നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ചിത്ര P അരുണിമയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഡോക്ടർ ചിത്ര P അരുണിമയെ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം മറികടന്ന് റിപ്പോർട്ട് നൽകിയതിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിക്കുന്നത് VS രഞ്ജിത്താണ് റിപ്പോർട്ടിലൂടെ.